ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യൻ സൈന്യത്തിന്റെ ഒരു പ്രതികാരം തന്നെയാണ് നമ്മൾ കണ്ടത്. വെരി പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ. ഇത് പറയുമ്പോഴും അച്ഛനില്ലല്ലോ എൻ്റെ കൂടെ എന്നുള്ളൊരു, അത് ആർക്കും കോമ്പൻസേറ്റ് ചെയ്യാനും അതൊരിക്കലും മായയില്ല. ആ ഒരു ഭീകരർ വിചാരിച്ചിട്ടുണ്ടായിരിക്കും, വിഷമിച്ചിരിക്കുമായിരിക്കും. ഇത് ചെയ്ത ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ ഇന്ത്യക്കാരിയുടെ കണ്ണീന്ന് ഒരു കണ്ണീര് അവർക്ക് വേണ്ടി, അതെൻ്റെ ഒരു ഉറച്ച തീരുമാനം ആണ്. അവർക്ക് വേണ്ടി ഞാൻ ഒരു ക്യാമറയും കാണുക ഞാൻ കരയില്ല. ഞാനും അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അച്ഛനെ ആ ഷൂട്ട് ചെയ്ത സമയത്ത് ഞാൻ അപ്പം തന്നെ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആ മൊമെന്റിൽ അച്ഛൻ പോയിന്നും എനിക്കറിയായിരുന്നു. ആ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ മക്കൾ അവിടെ നിന്ന് അലറി വിളിച്ച് എന്നെ വിളിച്ച് കരയണതാണ്. പിന്നെ അച്ഛനില്ല, പിന്നെ അടുത്തത് എനിക്ക് എൻ്റെ മക്കളെ സേവ് ചെയ്യണം എന്നുള്ളതാണല്ലോ. ചിലപ്പോൾ അച്ഛൻ്റെ വിധി അങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അച്ഛൻ ഇവിടെ ഈ എറണാകുളത്ത് കിടക്കണ ഈ അച്ഛൻ കശ്മീര് പോയി ഇങ്ങനെ ഒരു മരണം അച്ഛൻ്റെ വിധിയായിരിക്കും അത്. അപ്പൊ അച്ഛൻ്റെ വിധിയിൽ അച്ഛൻ ഞങ്ങളെ കൂടെ ചേർക്കണം എന്നായിരിക്കും. ഞങ്ങൾ ഈ ട്രോമയിലേക്ക് അഴിച്ചുവിട്ട ആ ടെററിസ്റ്റ് മെന്നിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് വിമൻ ആൻഡ് ചിൽഡ്രനെ വെറുതെ വിട്ടു. അതിന്റെ പിറകിൽ ഒരു ഉദ്ദേശമില്ലേ, കില്ലിങ് ഓഫ് എൻ്റെ അച്ഛൻ. അപ്പോൾ ആ ട്രോമയിലല്ലേ അതല്ലേ ഞങ്ങളുടെ എതിരുള്ള അറ്റാക്ക്. മരിച്ചവരുടെ അറ്റാക്ക് അത് കഴിഞ്ഞു. ഇനി ജീവിക്കുന്ന ഈ സ്ത്രീകളും കുട്ടികളുമാണ് ലൈഫ് ലോങ് അറ്റാക്കിന്റെ അടിമകൾ. അതുപോലെ പറയുന്നുണ്ടായിരുന്നു, കലിമ ചൊല്ലാൻ പറയുന്നുണ്ടായിരുന്നു അവിടുത്തെ ഭീകരാക്രമണം ചെയ്ത ആളുകൾ. എനിക്ക് എൻ്റെ അർത്ഥം മനസ്സിലാവാത്തതുകൊണ്ട് എനിക്ക് ഇറങ്ങി ഓടി താഴെ ഇറങ്ങണ വരെ എനിക്ക് മനസ്സിലായില്ല. എന്താന്ന് അറിഞ്ഞൂടെ, എന്തോ ചോദിച്ചു, അതെന്തോ കിട്ടാത്തോണ്ടാണ് എന്നുള്ളതായിരുന്നു. അതിന് ഞാൻ ഓടി ഇറങ്ങി എത്തി. ഞാൻ മുസാഫിറിനെ കണ്ടു. അപ്പോൾ ഇപ്പൊ അവിടെ ആർമി ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. എന്തെങ്കിലും പറഞ്ഞു, എന്തിനാ ചെയ്തേ, വാട്ട് ഇസ് ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ, എനിക്ക് ആ വാക്ക് എന്നെ കിട്ടണില്ല. ഞാൻ എന്തൊക്കെയോ വച്ചിട്ട് ഏതോ വാക്കാണ്, പല വാക്കുകൾ പറഞ്ഞ് ഈ 3 ലെറ്റേഴ്സ് വെച്ചിട്ട് പല പേരിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബ്ലാബർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അപ്പോൾ ഒരാള് ഇതാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇതാണെന്ന് പറഞ്ഞപ്പോഴാണ് അതെന്താന്നും അപ്പോഴാണ് മനസ്സിലായി, അത് പറയാത്തത് കൊണ്ടാണ്. പിന്നെ ഇവിടെ വന്ന് ഞാൻ കരയാതെ നിന്ന് പറഞ്ഞത്, നമ്മുടെ കൺട്രിയിൽ നടന്ന ഈ കാര്യങ്ങളെ കാണാതെ എന്നെ മാത്രം ഫോക്കസ് ചെയ്ത് പോയതിൽ അതിലാണ് എനിക്ക് വിഷമം. കാരണം എന്നെ ഇല്ലല്ലോ അവിടെ ഫോക്കസ് ചെയ്യണ്ട. പക്ഷെ എനിക്കായിരുന്നു ഈ വൃത്തികെട്ട ഒരു അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നത്. ഇപ്പൊ അമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ എന്താവുമെന്ന് എനിക്ക് ഊഹിക്കാൻ കൂടി പറ്റണില്ല. അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അമ്മയുടെ അവസ്ഥ എന്ന്. അമ്മ അന്ന് എന്തോ പകുതി വഴി വരുന്ന ബാക്കി അമ്മയ്ക്ക് റോഡ് ആ കല്ലുകളൊക്കെ കണ്ടപ്പോൾ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി 4 ദിവസം ഞാൻ ഹോട്ടലിൽ ഇരിക്കേണ്ടി വരും എന്ന് പറഞ്ഞ അമ്മ ആ പോണിയിൽ തിരിച്ചു പോയതാ. അല്ലെങ്കിൽ ഇങ്ങനെയും കൂടി ഉള്ള ഒരു അവസ്ഥയായിരിക്കില്ല, ഇതിലും ഭയങ്കര ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും ഞാൻ പോവുക. എല്ലാവർക്കും ഓരോ ഫ്രണ്ട്സ് എങ്കിലും ഉണ്ട് ഒന്ന് ലീൻ ഓൺ ചെയ്യാൻ. എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. അമ്മയും ഈ 2 മക്കളെയും കൊണ്ട് ഞാൻ ഈ മോർച്ചറിയും അവിടെ ഇവിടെയൊക്കെ. അമ്മ ഓരോ പ്രാവശ്യം ഇത് കണ്ടു കഴിയുമ്പോൾ എനിക്ക് അറിഞ്ഞൂടാ ഫീലിംഗ് എന്താ പറയാന്ന്. കാരണം എനിക്ക് അമ്മയോട് പറയാനും പറ്റില്ല. അമ്മ ഇരുന്ന് പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ നടത്തുവാണ് അച്ഛൻ്റെ ജീവന് വേണ്ടി. ഇല്ലാത്ത അച്ഛൻ്റെ ജീവന് വേണ്ടി വഴിപാടുകൾ നടത്തുമ്പോൾ ഫ്ലൈറ്റിലിരുന്ന് അമ്മ ഇങ്ങനെ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുക എൻ്റെ ഇപ്പുറത്തിരുന്ന്. ഞാൻ ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കും, ഞാനിരിക്കണത് താഴെ അച്ഛൻ ഒരു വുഡൻ കോഫിനിൽ വരുമ്പോൾ ഞാൻ മേലെ ഇരിക്കുക, അമ്മ ഇവിടെ ഇരുന്ന് അച്ഛന് വേണ്ടി വഴിപാടുകൾ നടത്തുക. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ ഇമോഷനും ഫീലിങ്ങും ഒക്കെ എന്താ പറയണ്ടേന്നുള്ളത്. എനിക്കിത് പറയാൻ ഭയങ്കര ഇമോഷണലായി പോവാണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. പഹൽഗാമിൽ അരുംകൊല ചെയ്യപ്പെട്ട രാമചന്ദ്രൻ സാറിന്റെ മകൾ ആരതിയാണ് ഇന്നെൻ്റെ കൂടെ ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യൻ സൈന്യത്തിന്റെ ഒരു തിരിച്ചടി, അല്ലെങ്കിൽ അവരോടുള്ള ഒരു പ്രതികാരം തന്നെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ഒരു നിമിഷത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ ഇത് കണ്ടപ്പോൾ വല്ലാത്തൊരു ആശ്വാസം ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയത്. അപ്പോൾ ഈ അച്ഛൻ
പോയതിനെ അതൊന്നും കോമ്പൻസേറ്റ് ചെയ്യണില്ല. എൻ്റെ അച്ഛൻ തിരിച്ചു വരണില്ല, എനിക്കിനി അച്ഛനില്ല ഇനി എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എൻ്റെ ഒപ്പം. പക്ഷെ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എന്തോ ഒരു ആശ്വാസം. അതോടൊപ്പം തന്നെ നല്ലൊരു പ്രൗഡ് മൊമെന്റ് ആയിട്ടും എനിക്ക് തോന്നി. അതായത് വളരെ എന്തൊക്കെ സൂക്ഷ്മതയോടുകൂടി നമ്മുടെ ഗവൺമെന്റും ഓർ ദ ആർമി ഫോഴ്സസ് എടുത്ത ആ ഒരു ഓപ്പറേഷൻ, അത് ആ 9 ടെററിസ്റ്റ് ക്യാമ്പ്സ് മാത്രം ഫോക്കസ് ചെയ്ത് അതിനെ മാത്രം ഇല്ലാതാക്കുകയും, അല്ലാതെ അവർ ചെയ്തതുപോലെ ഇത്ര കവേർഡായിട്ട് വെറുതെ ഈ ടൂറിസ്റ്റുകളെ, ഒരു വെപ്പണൊന്നും ഇല്ലാത്ത ടൂറിസ്റ്റുകളെ കൊന്ന് അങ്ങനെ ചെയ്യാതെ തിരിച്ച് അവർക്കെതിരെ മാത്രം നടത്തിയ ഒരു ഓപ്പറേഷൻ ആണെന്നും കൂടി കണ്ടപ്പോൾ വെരി പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്കായാൽ പോലും ഓരോ ഇന്ത്യക്കാരനും അല്ലെങ്കിൽ ഇതുപോലെ പലരുടെയും കണ്ണീര് വീണ ഒരു ദിവസമായിരുന്നു അത് 22-ാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അവർക്ക് കൂടി ഒരു ആശ്വാസമാകുന്ന തരത്തിലുള്ള ഒരു ആക്രമണം തന്നെയായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ചാനലുകളിലെല്ലാം ഒരു ബൈറ്റ് എല്ലാം കൊടുത്തിരുന്നു. അല്ല, ആ ഒരു ഭീകരത വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഇത്രയും വിഷമിച്ചിരിക്കുമായിരിക്കും. പക്ഷെ ആ ഒരു ധൈര്യം എങ്ങനെയാണ് കിട്ടിയത്? അതെനിക്ക് അറിയില്ല, എങ്ങനെ ആ ധൈര്യം കിട്ടിയെന്നൊന്നും അറിയില്ല. ആ സമയത്ത് ഞാനും അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആ അച്ഛനെ ആ ഷൂട്ട് ചെയ്ത സമയത്ത് ഞാൻ അപ്പം തന്നെ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആ മൊമെന്റിൽ അച്ഛൻ പോയിന്നും എനിക്കറിയായിരുന്നു. ആ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ മക്കൾ അവിടെ നിന്ന് അലറി വിളിച്ച് എന്നെ വിളിച്ച് കരയണതാണ്. അപ്പോഴാണ് പിന്നെ അച്ഛനില്ല, പിന്നെ അടുത്തത് എനിക്ക് എൻ്റെ മക്കളെ സേവ് ചെയ്യണം എന്നുള്ളതാണല്ലോ. അപ്പം ഞാൻ പെട്ടെന്ന് അച്ഛൻ്റെ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ്റെ വാളറ്റും ഫോൺ ഞാൻ എടുത്തിട്ട് പോന്നു. വാളറ്റ് ഞാൻ അച്ഛൻ്റെ ഐഡന്റിഫിക്കേഷന് വേണ്ടി, കാരണം ഇനി എപ്പോഴാ ഏത് ഫോമിലാ ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യുക, ഒന്നും നമുക്ക് വെരി അൺപ്രഡിക്റ്റബിൾ സിറ്റുവേഷൻസ് അല്ലേ. അപ്പൊ ഞാൻ എന്തോ എനിക്ക് അറിഞ്ഞൂടെ, എവിടെ നിന്ന് വന്നു, എങ്ങനെ പഠിച്ചു ഒന്നും എനിക്ക് അറിയില്ല. ഞാൻ അപ്പോൾ അതാണ് ചെയ്തത്. അച്ഛനെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അച്ഛന് എന്തെങ്കിലും ഒരു ഇത് വേണം. ഇത് ഇനി എങ്ങനെയാവും എന്നൊന്നും അറിയില്ലല്ലോ, എത്ര ദിവസം എത്ര നേരം. അപ്പോൾ അതങ്ങനെ വെച്ചിട്ട് ഞാൻ മക്കളെയും കൊണ്ട് ഓടി വരികയായിരുന്നു. പിന്നെ ബാക്കിയെല്ലാം നിങ്ങൾ കേട്ടതാണല്ലോ എന്താന്നുള്ള കഥകളൊക്കെ. പിന്നെ ഇവിടെ വന്ന് ഞാൻ കരയാതെ നിന്ന് പറഞ്ഞത്, ഞാൻ കരയില്ല എന്ന് ഞാൻ ഓർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കരയ എൻ്റെ ആൾക്കാരുടെ ഒപ്പം. അല്ലെങ്കിൽ വെള്ളിയാഴ്ച അച്ഛനെ കൊണ്ടുവന്നപ്പോൾ അതിപ്പോ അച്ഛൻ ഏത് വിധേനയും, അച്ഛൻ പ്രായമായി ഒരു അസുഖം വന്ന് മരിച്ചാലേ ഏത് മക്കളും കരയില്ലേ, അത് കരയും. പക്ഷെ മീഡിയയുടെ മുമ്പിൽ എൻ്റെ സ്റ്റോറി പറയാൻ വരുമ്പോൾ, എന്താണ് അവിടെ നടന്നതെന്ന് പറയാൻ വരുമ്പോൾ കരയില്ല എന്നൊരു ഉറച്ച തീരുമാനം. അത് എൻ്റെ ഉത്തരം മീഡിയയോടൊന്നുമല്ല. ഞങ്ങൾ ഈ ട്രോമയിലേക്ക് അഴിച്ചുവിട്ട ആ ടെററിസ്റ്റ്, ലൈക്ക് അവര് മെന്നിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് വിമൻ ആൻഡ് ചിൽഡ്രനെ വെറുതെ വിട്ടു. അപ്പോൾ അതിന്റെ പിറകിൽ ഒരു ഉദ്ദേശമില്ലേ. അത് ഞങ്ങളുടെ എതിരെയുള്ള അറ്റാക്ക് ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല. അതാണ് ലൈഫ് ലോങ് അറ്റാക്ക്. ലൈക്ക് ലൈഫ് ലോങ് വി ഹാവ് ടു ലിവ് വിത്ത് ദിസ് ട്രോമ. ഈ സീൻസ്, ഈ സൗണ്ട്, ഈ എൻകൗണ്ടേഴ്സ്, ഈ ഒരു അൺഫോർച്ചുനേറ്റ് കില്ലിങ് ഓഫ് എൻ്റെ അച്ഛൻ. അപ്പോൾ ആ ട്രോമയിലല്ലേ അതല്ലേ ഞങ്ങളുടെ എതിരെയുള്ള അറ്റാക്ക്. മരിച്ചവരുടെ അറ്റാക്ക് അത് കഴിഞ്ഞു. ഇനി ജീവിക്കുന്ന ഈ സ്ത്രീകളും കുട്ടികളുമാണ് ലൈഫ് ലോങ് അറ്റാക്കിന്റെ അടിമകൾ. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഇത് ചെയ്ത ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ ഇന്ത്യക്കാരിയുടെ കണ്ണീന്ന് ഒരു കണ്ണീര് അവർക്ക് വേണ്ടി ഞാൻ കളയില്ല എന്ന് എനിക്ക് അതെന്റെ ഒരു ഉറച്ച തീരുമാനം ആണ്. ഇപ്പോഴും ആണ്. അവർക്ക് വേണ്ടി ഞാൻ ഒരു ക്യാമറയും കാണുക ഞാൻ കരയില്ല. അതെ, അവർ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ഇവിടെ കിടന്ന് കരയും, അല്ലെങ്കിൽ ഇവരെ ഓർത്ത് കരയും. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കണ്ണീരിന്റെ ഒരു മറുപടിയാണ് നമ്മൾ ഇന്നൊരു വാർത്തയായിട്ട് ശരിക്കും കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് അത്രയും ഒരു ബോൾഡ്നെസ്സും കറേജുമാണ് ചേച്ചിയോട് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞു നേരത്തെ കരഞ്ഞില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴും ഈ മനുഷ്യരുടെ ഒരു കാര്യം ആലോചിക്കണം. അതായത് അവരുടെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ആലോചിക്കണം. അപ്പോഴും പറയുന്നത് എന്താണ്, മകൾ കരഞ്ഞില്ല, വിഷമം ഇല്ല അവർക്ക്, അവരവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നുവല്ലോ എന്നുള്ള ഒരു തരത്തിലുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അത്ര നെഗറ്റീവുകളോടൊക്കെ എന്താണ് പറയാനുള്ളത്? അവരോട് എനിക്ക് പറയാനുള്ളത് നോ കമന്റ്സ്. കാരണം ഞാൻ അറിഞ്ഞില്ല ഇതൊക്കെ ഇങ്ങനെ നടക്കേണ്ടത്. കാരണം നമുക്ക് നമ്മുടെ പ്രയോറിറ്റീസ് ഉണ്ടല്ലോ. ഞാൻ ഇവിടെ ഒരു മീഡിയ ഷോയിനോ മീഡിയയിൽ വന്ന് ഇത് പറഞ്ഞതാ അങ്ങനെയൊന്നുമല്ല. ഇതിപ്പോ ഇങ്ങനെ നടന്നു, അത് ദേശം, എൻ്റെ നേഷൻ അറിയണം, ലോകം അറിയണം.
എന്താണ് അവിടെ നടന്നതെന്നുള്ളത്, എനിക്ക് എന്താ നടന്നതെന്ന്. പലർക്കും പല അനുഭവങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്ന് ഞാൻ പിന്നീട് അറിയണു. അത് പറയാൻ വേണ്ടി ഞാൻ വന്നു. ഞാൻ എൻ്റെ എനിക്കുണ്ടായ ആ വെരി അൺഫോർച്ചുനേറ്റ് എക്സ്പീരിയൻസ് ഞാൻ ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞു. അതിൻ്റെ പേരിൽ ആ എക്സ്പീരിയൻസിനോ അതോ ഈ ഒരു നമ്മുടെ കൺട്രിയിൽ നടന്ന ഈ കാര്യങ്ങളെ കാണാതെ എന്നെ മാത്രം ഫോക്കസ് ചെയ്ത് പോയതിൽ അതിലാണ് എനിക്ക് വിഷമം. കാരണം എന്നെ അല്ലല്ലോ അവിടെ ഫോക്കസ് ചെയ്യണ്ട. അവിടെ ഒരു പ്രശ്നമുണ്ട്, ഒരു ഇഷ്യൂനെയാണ് നമ്മൾ അവിടെ ഫേസ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടതും. അവിടെ ഞാൻ ഒരു ഇറലവന്റ് ഒരാളല്ലേ. ഇതിപ്പോ എനിക്കല്ലെങ്കിൽ വേറൊരാൾ ഇത് വന്ന് പറയും, അത്രേ ഉള്ളൂ. പക്ഷെ എനിക്കായിരുന്നു ഈ വൃത്തികെട്ട ഒരു അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ അതിനോട് പിന്നെ പറയണവരുടെ ഫ്രീഡം, അതിനോട് കമന്റ്സ് പറയാണ്ടിരിക്കുന്നത് എൻ്റെ ഫ്രീഡം. അതുപോലെ തന്നെ ഇപ്പോൾ ആ കൊല ചെയ്യപ്പെട്ട സമയത്ത് മറ്റു രണ്ടുപേരും ഇപ്പോൾ നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളാ ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു ചിത്രം കണ്ടിരുന്നു, ഒരു ഹിമാൻഷിയുടെയൊക്കെ. അപ്പോൾ ആ സമയത്ത് ഇവർ എന്നെയും കൊല്ലാൻ പറയുന്നുണ്ടായിരുന്നു ആ ഭാര്യ. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിങ്ങളോട് എന്ത് ചെയ്തു അത് നിങ്ങൾ പോയി പറയണം, അതായത് അതിന് നിങ്ങൾ ജീവിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു ആ ഭീകരവാദികൾ. അപ്പൊ ശരിക്കും അവരുടെ അതായത് ഇപ്പോ ചേച്ചി ആയാലും ഇവിടെ വന്ന് കാര്യങ്ങൾ പറഞ്ഞു, അതിലൊരു തിരിച്ചടി ഉണ്ടായി. അപ്പൊ ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഇത്രയും കണ്ണീര് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നുള്ള ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈന്യത്തിന്റെ ഒരു ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞല്ലേ. അതെ, ഗവൺമെന്റിന്റെയും സൈന്യത്തിന്റെയും എല്ലാവരുടെയും കൂടി ഒരു ടീം എഫേർട്ട് അല്ലേ അത്. അപ്പോൾ ടീം എഫേർട്ടിനേക്കാൾ ഇത് ടീം എന്ന് പറയുമല്ല, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്. ഇപ്പൊ ഇതിനു മുമ്പ് പല ടെററിസ്റ്റ് അറ്റാക്ക് വരുമ്പോഴും ഞാനും ഇതുപോലെ ന്യൂസിൽ കണ്ട് എംപത്തറ്റിക് ആവാറുണ്ട്. അയ്യോ ചില സമയത്ത് ഞാനും അമ്മയൊക്കെ ഇരുന്ന് കരയാറുണ്ട്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് കണ്ടത് മുംബൈ അറ്റാക്ക് ആയിരുന്നു, മുംബൈയിലെ താജില്. അത് കഴിഞ്ഞ് പുൽവാമ അറ്റാക്ക്. അപ്പൊ ഞാൻ പുറത്തായിരുന്നു. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഞാൻ കരയാറുണ്ട്. അയ്യോ എന്തിനാ, അത്രേ ഉള്ളൂ. പക്ഷെ നമുക്ക് ആ അനുഭവം വരുമ്പോ നമുക്ക് കരച്ചിലിനേക്കാളും വേറൊരു ഇമോഷനാണ് വരുന്നത്. അത് റിവെഞ്ചോ ഇതൊന്നും അല്ല. നമുക്ക് ഇനിയും എന്തെങ്കിലും നമ്മളുടെ നാടിന് വേണ്ടിയൊക്കെ ഇങ്ങനെയൊന്നും അല്ല, മീൻസ് ആ ഒരു പെർസ്പെക്റ്റീവ് ഇല്ലേ. ഇപ്പൊ നമ്മളൊക്കെ എന്തൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു പീപ്പിളാണ് ഇവിടെ. ഇപ്പൊ എന്റെയൊക്കെ ഒരു റുട്ടീൻ പറഞ്ഞു, കുട്ടികളെ സ്കൂളിൽ കൊണ്ട് വിടുക, ആക്കുക, എന്റെ ജോലികൾ ആ കാര്യങ്ങൾ നോക്കുക, വീക്കെൻഡ് ആവുക, ഷോപ്പിംഗ് പോവുക, സിനിമ നോക്കുക, സ്വിഗ്ഗി ഓർഡർ ചെയ്യുക. ലൈക്ക് ഇതല്ലേ ഒരു പുറത്ത് പോയി ഈ റെസ്റ്റോറൻറ്റ് വന്ന് അവിടെ പോയി കഴിക്കുക, ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുക. ഇതിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് അവിടുത്തെ ആൾക്കാർ ജീവിക്കുന്നത്. ലൈക്ക് അവർക്ക് ഇതൊക്കെ ഒരു യൂഷ്വൽ തിങ് ആണ്. അവർ അതിൽ നിന്നൊക്കെ മാറി വരണേ ഉള്ളൂ. ഈ ബോംബും ഇതിന്നൊക്കെ മാറി വരുമ്പോ നമുക്ക് ഇത്രയും നമ്മൾ ഈ ഒരു ഭീതിയും ട്രോമയൊക്കെ നമ്മൾ സിനിമയിലോ ന്യൂസിലോ മാത്രം കണ്ടിട്ട് അത് നേരെ കാണുമ്പോൾ ഇത് ആദ്യം ഒരു സത്യമാണോ എന്ന് പോലും എനിക്ക് ഓടി ഇറങ്ങിയപ്പോ എനിക്ക് എന്നെ അത് പ്രോസസ് ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല. എന്താ നടന്നേ, ഞാൻ എന്താ കാണിച്ചേ, ഞാൻ എന്താ വന്നേ. ഇപ്പൊ അത് എനിക്ക് ഒട്ടും പ്രോസസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലൈഫിന്റെ ഒരു പെർസ്പെക്റ്റീവ് തന്നെ നമ്മളെ ചില എക്സ്പീരിയൻസസ് മാറ്റും. ലൈക്ക് നമ്മൾ ഇനിയും എല്ലാവരും ചെയ്യണം എന്നൊന്നും ഞാൻ പറയാൻ ആളല്ല, ഒന്നുമല്ല. ബട്ട് എൻ്റെ ഒരു ഇത് പറയാണ്, എന്തെങ്കിലുമൊക്കെ നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടി ഫോർ ദ ഗുഡ് ചെയ്യണം. അതായത് ഇപ്പോൾ ഞാൻ ഉത്തരാഖണ്ഡിലൊക്കെ പോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരെനിക്ക് തോന്നുന്നു ഉറക്കമുണരുന്നത് പോലും ബോംബ് ആക്രമണം ഉണ്ടാവുമോ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടായിരിക്കും. അവരെന്നും മരിക്കുമോ എന്നുള്ള ചിന്തകളിൽ ജീവിക്കുന്നവരായിരിക്കും. അത് നേരത്തെ പറഞ്ഞത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഹാപ്പിനെസ്സിലും അല്ലെങ്കിൽ സേഫായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പം ഞാൻ അവരുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുകയാണ്. പക്ഷെ നമുക്ക് ഇപ്പോൾ എനിക്കാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ അത് അപ്പോഴാണ് നമുക്ക് കൂടുതൽ അതിൻ്റെ ആഴം മനസ്സിലാവുന്നത്. നമുക്ക് എത്ര പറഞ്ഞാലും നിങ്ങളോട് സമാധാനിപ്പിച്ചാലും അവരവർക്ക് വരുമ്പോഴാണ് നമുക്കത് ശരിക്കും മനസ്സിലാവുന്നത്. ഇതിന് സമാധാനിപ്പിക്കാന്ന് പറഞ്ഞ വാക്കിന് തന്നെ ഒരു പ്രസക്തി ഇല്ല. കാരണം എന്ത് പറഞ്ഞാൽ ഞങ്ങളെ സമാധാനിപ്പിക്കുക, ആർക്കും സമാധാനിപ്പിക്കാൻ പറ്റില്ല. അച്ഛനും അമ്മയായാലും മരിക്കുന്ന നമുക്കറിയാം ഇല്ലേ. അവരിപ്പോ നമ്മൾ ചില സിറ്റുവേഷനിൽ മക്കള് നേരത്തെ മരിക്കും. എന്നാലും നമ്മൾ എന്താ വിചാരിക്കുക, നമ്മൾ അച്ഛനും അമ്മയൊക്കെ നോക്കി വയസ്സായി അവർ ഹോസ്പിറ്റലോ വീട്ടിലൊക്കെ ആയിട്ട് നമ്മൾ അവരെ കെയർ ഒക്കെ കൊടുത്ത് അവര് മരിക്കും. അങ്ങനെയാണല്ലോ. നമ്മളൊരു ഏജ് ഒക്കെ ആവുമ്പോ അവരും ഏജ് ആവാൻ തുടങ്ങും, അസുഖങ്ങൾ വരാൻ തുടങ്ങും. അപ്പൊ നമ്മള് ആ ഒരു ട്രൂത്ത് ആക്സെപ്റ്റ് ചെയ്യും. സി വാട്ട് ഈസ് എ ട്രൂത്ത്, നമ്മൾ ജനിച്ച ആകെ ഉള്ള ഒരു ട്രൂത്ത് ഡെത്ത് ആണ്. അതിന്റെ ഇടയിൽ ഒരു ജേർണി അല്ലേ ലൈഫ്. അപ്പൊ ഇത് എന്റെ കോട്ടൊന്നുമല്ല, ഞാൻ എവിടെയോ വായിച്ച് പറയണതാണ് കേട്ടോ. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്റെ മനസ്സിലുള്ളത് ഞാനിങ്ങനെ പറയണമെന്നേ ഉള്ളൂ. അപ്പോ
അപ്പൊ അതെങ്ങനെ വേണമെങ്കിലും വരാം. പക്ഷെ അച്ഛനിപ്പോ അച്ഛന്റെ വാല്യൂസും പ്രിൻസിപ്പിളും അച്ഛൻ മരിച്ചപ്പോഴാണ് ലോകം മുഴുവൻ അറിയണത്. അച്ഛൻ ഹീറോ ആയത് അച്ഛൻ മരിച്ചപ്പോഴാണ്. അച്ഛൻ ചെയ്ത കാര്യങ്ങളും അച്ഛന്റെ നന്മയും അച്ഛന്റെ പ്രിൻസിപ്പിൾസും അച്ഛൻ എന്തായിരുന്നു എന്നൊക്കെ ലോകം ഇപ്പോഴാണ് അറിയണത്. പക്ഷെ ഞാൻ ചിന്തിക്കും, എന്തിനു ഞാനത് കണ്ടു, ഞാൻ എന്തിനാന്ന് ചോദിക്കും. അപ്പൊ അപ്പോഴും ഞാൻ അച്ഛൻ പറഞ്ഞത് ആലോചിക്കും. അച്ഛൻ പറയും എപ്പോഴും, താങ്ങാൻ പറ്റണവർക്കാണ് ദൈവം ഓരോ ക്രൈസിസും സാഹചര്യങ്ങളും അല്ലെങ്കിൽ സങ്കടങ്ങളും കൊടുക്കുക. അപ്പൊ എനിക്കായിരിക്കും അത് താങ്ങാൻ പറ്റുണ്ടാവുക. അതുകൊണ്ടായിരിക്കും അമ്മയ്ക്ക് അപ്പൊ വരാനും. ഇപ്പൊ അമ്മ കൂടെ ഉണ്ടെങ്കിൽ അമ്മ എന്താവുന്ന എനിക്ക് ഊഹിക്കാൻ കൂടി പറ്റണില്ല. അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അമ്മയുടെ അവസ്ഥ എന്ന്. അമ്മ അന്ന് എന്തോ പകുതി വഴി വരുന്ന ബാക്കി അമ്മയ്ക്ക് റോഡ് ആ കല്ലുകളൊക്കെ കണ്ടപ്പോ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി 4 ദിവസം ഞാൻ ഹോട്ടലിൽ ഇരിക്കേണ്ടി വരും എന്ന് പറഞ്ഞ അമ്മ ആ പോണിയിൽ തിരിച്ചു പോയതാ. അത് നന്നായിന്ന് ഞാൻ വിചാരിക്കുക. അല്ലെങ്കിൽ ഈ ഇങ്ങനെയും കൂടി ഉള്ള ഒരു അവസ്ഥയായിരിക്കില്ല, ഇതിലും ഭയങ്കര ഞങ്ങക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും ഞാൻ പോവുക. അമ്മ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും അമ്മ, എനിക്ക് അറിഞ്ഞൂടാ അമ്മ എന്താവുന്നുള്ളത്. അപ്പൊ ഞാൻ പിന്നെ അങ്ങനെ നമുക്ക് മൂവ് ഓൺ ചെയ്യണമല്ലോ. അപ്പൊ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് എന്നെ സ്വയമായിട്ട് ആശ്വസിപ്പിക്കും. കാരണം അച്ഛനാണ് എല്ലാ കാര്യങ്ങൾക്കും എന്നെ ആശ്വസിപ്പിച്ചിരുന്നത്, എല്ലാവരും. അച്ഛൻ ഭയങ്കര കാം ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. അച്ഛൻ നല്ല വൈസ് ഡിസിഷൻസ് ഒക്കെ എടുക്കും. നമ്മളുടെ ഇപ്പൊ എനിക്ക് ക്രൈസിസ് എന്നൊക്കെ പറയുമ്പോൾ ചിരി വരും. അതൊന്നും ഇപ്പൊ ആലോചിക്കുമ്പോ ഒന്നുമല്ല, വളരെ ചെറിയ കാര്യങ്ങൾ ജീവിതത്തിലും നടക്കണ കാര്യങ്ങൾ പറയുമ്പോൾ അച്ഛനോട് പറഞ്ഞ അച്ഛനൊരു ഡിസിഷൻ പറഞ്ഞാൽ അതാണ് കറക്റ്റ്. പിന്നെ ഒരു സമാധാനം, അത് ഫോളോ ചെയ്താൽ മതി, അതിനെപ്പറ്റി റീതിങ്കിങ് ഒന്നുമില്ല, ഞാൻ അത് ഫോളോ ചെയ്യും ആൻഡ് ഇറ്റ് വിൽ ബി ഹാപ്പനിങ് ഇൻ എ റൈറ്റ് വേ. അപ്പൊ ഇപ്പോഴും ഇപ്പൊ ഈ പ്രോസസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോ അച്ഛൻ പണ്ട് പറഞ്ഞ കാര്യങ്ങള് ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്ന് ഓർത്ത് മുന്നോട്ട് പോകും. ഇപ്പൊ ആ ഒരു ആക്രമണം ഉണ്ടായ സമയത്ത് അവിടുത്തെ കശ്മീരി സഹോദരന്മാർ അങ്ങനെ പറഞ്ഞിരുന്നു. അതായത് ദൈവദൂതരെ പോലെ വന്നിരുന്ന ഒരു സഹോദരന്മാർ അവരൊരു എന്താ പറയാ വിമാനത്താവളയിൽ എത്തുന്നത് വരെയുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനും നെഗറ്റീവ് കമന്റ്സ് വന്നിരുന്നു. അവിടെയുള്ള ആളുകൾ സഹോദരങ്ങളായി പറഞ്ഞു കശ്മീരി ആളുകളായിരുന്നു എന്നൊക്കെ. അപ്പൊ അതിനെ പറ്റിയിട്ട് എന്താണ് പറയാറുള്ളത്? അതിനെ പറ്റി അത് എൻ്റെ ഒരു എൻ്റെ ഇവന്റ്സ് പറഞ്ഞപ്പോ അതിന്റെ കൂട്ടത്തില് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാണ് അവര്. ഈ മുസാഫിർ ഇസ് മൈ ഡ്രൈവർ, വാസ് മൈ ഡ്രൈവർ ആ സമയത്ത്. അപ്പോ അദ്ദേഹം എൻ്റെ കൂടെ ഞാൻ ഓടി ഇറങ്ങിയപ്പോ തുടങ്ങി എൻ്റെ കൂടെ മീൻസ് എൻ്റെ ജാക്കറ്റൊക്കെ കീറിപ്പോയിരുന്നു. അതൊക്കെ ഊരി ഞാൻ തണുപ്പത്തൊക്കെ നിൽക്കുമ്പോൾ കാറിൻ്റെ ഉള്ളിൽ ഹീറ്റർ ഇട്ട് തരാനോ അങ്ങനെ എന്നോട് എനിക്ക് ഓർമ്മയുള്ളത്, ഞാൻ കുറെ ഒന്നും ഞാൻ ഇലാബറേറ്റ് ചെയ്യണില്ല. തിരിച്ച് ഞങ്ങള് അച്ഛനെ ഐഡന്റിഫൈ ചെയ്തിട്ട് തിരിച്ച് അമ്മയോട് കള്ളവും പറഞ്ഞ് അമ്മയും കൊണ്ട് കാറിൽ തിരിച്ചു വരുമ്പോ കരയാണ്. കരഞ്ഞപ്പോ ഞാൻ പറയാ കരയരുത്, അമ്മ കാണും, കരയരുത്. കാരണം അമ്മ ചോദിക്കില്ല എന്തിനാ കരയണം. അപ്പൊ എന്നോട് പറഞ്ഞത് അങ്ങോട്ട് പോയപ്പോ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്നത് അച്ഛനാ മുമ്പില്, തിരിച്ചു വരുമ്പോ അച്ഛനില്ല. ഞങ്ങള് 4 പേരെയും കൊണ്ട് ഇദ്ദേഹം മടങ്ങണത് സഹിക്കാൻ പറ്റാണ്ടാണ് ആ മനുഷ്യൻ കരയണത്. അപ്പോ അത്രയും നല്ലൊരു ഇപ്പൊ അവർക്ക് വേണമെങ്കിൽ എന്നെ ചെക്ക് ഇൻ ചെയ്തിട്ട് ഇനി ഞങ്ങളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സഹായിക്കും. ഇപ്പൊ പോലീസോ ആർമിയോ ലൈക്ക് എനിബഡി വുഡ് കം, എനിക്ക് വേറെ ടാക്സി ഹയർ ചെയ്യാം. പക്ഷെ അങ്ങനെയൊക്കെ ആവുമ്പോ അമ്മ അറിയാനുള്ള സാധ്യതകൾ കൂടുതൽ. അപ്പൊ ദൈവമായിട്ട് ഇവരെ കൊണ്ടു തന്നു, ഇവരെന്റെ കൂടെ നിന്നു. ഞാൻ പറയുന്ന കള്ള ഇവരോട് ഞാൻ പറയും, ഇങ്ങനെയാണ് ഞാൻ അമ്മയോട് പറയുന്നത്. അവരും ആ കള്ളങ്ങൾ തന്നെ അമ്മയോട് പറയും. അപ്പോ അവരെ കുറിച്ച് ഞാൻ എപ്പോഴും നന്ദിയോടുകൂടി സ്മരിക്കണം. ലൈക്ക് ഞാൻ മരണം വരെ അവരെ രണ്ടുപേരും മറക്കില്ല. ആ സമയത്ത് അവരില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ അവിടെ. എല്ലാവർക്കും ഓരോ ഫ്രണ്ട്സ് എങ്കിലും ഉണ്ട് ഒന്ന് ലീൻ ഓൺ ചെയ്യാൻ. എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. അമ്മയും ഈ 2 മക്കളെയും കൊണ്ട് ഞാൻ ഈ മോർച്ചറിയും അവിടെ ഇവിടെ ഒക്കെ നടക്കണതൊക്കെ ഇമ്പോസിബിൾ ആണ്. അപ്പൊ അമ്മ അറിയും. എന്റെ ഉദ്ദേശം അമ്മ അറിയാൻ പാടില്ല. അപ്പൊ ആ ഒരു ഉദ്ദേശത്തിലേക്ക് ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ നമ്മൾ പസിലെല്ലാം പ്ലേസ് ചെയ്ത് വരുമ്പോ കറക്റ്റ് ആവില്ലേ? അങ്ങനെ ആ 2 പസിലിൽ പ്ലേസ് ചെയ്ത 2 ആൾക്കാരായിരിക്കണം, ദൈവം തന്ന 2 ആൾക്കാരായിരിക്കണം, അല്ലെങ്കിൽ അച്ഛൻ തന്ന 2 ആൾക്കാരായിരിക്കണം, മുസാഫിറും മുസാഫിറിന്റെ ഫ്രണ്ട് സമീറും. അതെ, അതാണ് ഞാനിപ്പോ ആദ്യമായി തന്നെ പറഞ്ഞത്. ദൈവദൂതരെ പോയി വന്ന ഒരാളുകളാണ്. നമുക്ക് ഇങ്ങനെയാണ് ഒരു നിമിത്തം, അതായത് ഇങ്ങനെ ആളുകൾ നമ്മുടെ മുന്നിൽ വരാം, നമ്മൾ അത് എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ ഒരിക്കലും നമ്മൾ അവരോട് കടപ്പെട്ടിരിക്കും. ശരിക്കും അതെ, ചില സമയത്ത് നമുക്ക് ആൾക്കാർ അങ്ങനെ ഒരു ഹെൽപ്പ് ആയിട്ട് വരില്ലേ? ഇതിപ്പോ നമ്മുടെ കൂടിയ ഒരാളാണ് മുസാഫിർ. മീൻസ് നമ്മൾ ഹയർ ചെയ്ത ആള് ഇട്ടിട്ട് പോയില്ല. എന്നോട് അതാ പറഞ്ഞ, എന്നോട് ഓടി ഇറങ്ങിയപ്പോ ഞാൻ കർണാടക പറഞ്ഞു, സിസ്റ്റർ നിങ്ങൾ ഒറ്റയ്ക്കാന്ന് വിചാരിക്കരുത്, സിസ്റ്റർ ഇനി ഇവിടുന്ന് പോണ വരെ ഞാൻ സിസ്റ്ററിന്റെ കൂടെ ഞാൻ വീട്ടിൽ പോവില്ല. അതായിരുന്നു. അത് കഴിഞ്ഞ് ശ്രീനഗറിൽ എത്തിയപ്പോഴാണ്
ഇദ്ദേഹം ഇത്രയും ഡ്രൈവ് ചെയ്തതുകൊണ്ടായിരിക്കും സമീറിന് ഒരു ഫ്രണ്ടിനെയും കൂട്ടി, പിന്നെ മുസാഫിറും സബീറും ഞാനും കൂടിയാണ് മോർച്ചറിയിലേക്ക് പോയതും തിരിച്ചു വന്നത്. പിറ്റേ ദിവസം രാവിലെ മോർച്ചറി പോയി. പിന്നെ അവിടെ നിന്നുള്ള കള്ളങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മയോട് പറയും അച്ഛൻ ഇഞ്ചേർഡ് ആണ്, ബ്ലഡ് ലോസ് ആണ്, കൊച്ചിയിൽ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോവാണെന്നാണ് പറയാ. ഓക്കെ, അങ്ങനെ എല്ലാത്തിനും ഓക്കെ. അപ്പൊ അമ്മ ചോദിക്കുമ്പോ ഇവരും അതേ ഇതില് നിൽക്കും, കോൾസുകൾ അറ്റൻഡ് ചെയ്യില്ല, നമ്മൾ സംസാരിക്കില്ല അമ്മയുടെ മുമ്പിൽ വെച്ച്. അങ്ങനെ അതുകൂടാണ്ട് ഞാൻ താമസിച്ചിരുന്ന ഹോട്ടലിലായാലും അവരോട് ഞാൻ TV ഒക്കെ ഡിസ്കണക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. പിറ്റേ ദിവസം ബുഫയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റിന് താഴെ ഇറങ്ങി വരും, പിള്ളേരുള്ളതല്ലേ. അപ്പൊ അമ്മ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് വിശപ്പോ ഇതാവില്ല, പക്ഷെ കുട്ടികളുള്ളതുകൊണ്ട് അമ്മ ഇറങ്ങി വരും എന്നുള്ളൊരു ആന്റിസിപ്പേഷൻ എനിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ രാവിലെ 6 മണിക്ക് പോയപ്പോൾ അവരോട് പറഞ്ഞു 7ക്ക് ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ മേലെ കൊണ്ടു കൊടുത്തു. അപ്പൊ അമ്മ താഴേക്ക് ഇറങ്ങില്ലല്ലോ. അപ്പൊ അവരും അതിന്റെ ഒപ്പം നിന്നു. ലാൻഡ് ലൈനിൽ ആര് വിളിച്ചാലും റൂമിലേക്ക് കണക്ട് ചെയ്യരുത്, ഞാൻ വിളിച്ചാൽ മാത്രമേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം അമ്മയുടെ ഫോൺ എന്റെ കയ്യിലാണ്, അമ്മ ഫോൺ നോക്കാതിരിക്കാൻ. അപ്പൊ അമ്മയ്ക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു വഴിയില്ല. അപ്പോൾ അമ്മ വിളിക്കുമ്പോ എന്നെ മാത്രം വിളിക്കുക, വേറൊരാളെ അമ്മ ചോദിച്ചാൽ വിളിച്ചു കൊടുക്കരുത്, മുസാഫിറിനെ വിളിക്കാനാ പറഞ്ഞത്. അയാളുടെ ഫോണിലേക്ക് വിളിക്കുക, ഞാൻ അതിൽ സംസാരിച്ചോളാം എന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങനെ ഇപ്പൊ പറയുകയാണെങ്കിൽ കുറെ ആൾക്കാരുണ്ട് ഇതിന്റെ ഉള്ളിൽ. ഞാൻ അപ്പൊ പറഞ്ഞപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ച് ഇവരുടെ രണ്ടുപേരുടെ, അങ്ങനെ മൈന്യൂട്ട് രീതിയിൽ സഹായിച്ച കുറെ ആൾക്കാരുണ്ട്. എല്ലാവരുടെയും പേരോ ഒന്നും എനിക്ക് അറിയവും കൂടി ഇല്ല, ഇവരുടെ രണ്ടുപേരുടെയും പേര് അറിയുള്ളൂ. അപ്പൊ അങ്ങനെ നന്മയുള്ള മനുഷ്യർ എല്ലായിടത്തും ഉണ്ടല്ലോ. അതെ അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെ, അവിടെ ആയാൽ പോലും ഇത്രയും നന്മയുള്ള മനുഷ്യരുണ്ട് എന്ന് പറയുമ്പോൾ, അതായത് ഈ 2 ചെറിയ കുട്ടികളെയും വെച്ച് നമ്മൾ വരിക. പിന്നെ ഏറ്റവും പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കി ആ ഒരു അമ്മയോട് പറയാതെ തന്നെ ഈ ഒരു കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു, ഓരോ കാര്യങ്ങളായിട്ട് എല്ലാം സെറ്റായി ചെയ്തു വന്നു എന്ന് പറഞ്ഞു. ചെയ്യുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ആ ഒരു കറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ചേച്ചിയുടെ ഒരു റോൾ മോഡൽ ആക്കാൻ പറ്റിയിട്ടുള്ള ഒരാൾ തന്നെയാണ്. അങ്ങനെയൊന്നുമില്ല, ഐ എം വെരി ഹംബിൾ ടു ഹിയർ ദിസ്. എനിക്ക് തോന്നുന്നു അച്ഛൻ പറഞ്ഞു തന്ന കാര്യങ്ങളും ഞാൻ എല്ലാ സ്ഥലത്തും ചില സമയത്ത് കരച്ചില് ഇങ്ങനെ ഞാൻ വിറയ്ക്കാൻ തുടങ്ങും. അപ്പോൾ ഞാൻ വിചാരിക്കും അച്ഛൻ എന്ത് ചെയ്യും, അച്ഛൻ ഈ സമയത്ത് എന്താ ചെയ്യുക എന്ന് ഞാൻ അച്ഛനെ ആലോചിക്കും. പിന്നെ അച്ഛൻ എന്താ ചെയ്യുക അത് ചെയ്യും, അച്ഛൻ എന്തായിരിക്കും പറയുക അത് പറയും, അച്ഛൻ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക. അങ്ങനെ ഞാൻ എങ്ങനെയോ, അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് അമ്മയും ഇവിടെ കൊണ്ട് എത്തിക്കാൻ. ആ ഒരു ധൈര്യം, അച്ഛൻ തന്ന ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. ശരിക്കും ആ അമ്മയോട് പറയാനുണ്ടായ ഒരു സാഹചര്യം, അത് അമ്മ ഓരോ പ്രാവശ്യം ഇത് കണ്ടു കഴിയുമ്പോ ഉള്ളിലിങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ ഫീലിംഗ് എന്താ പറയാന്ന്. കാരണം എനിക്ക് അമ്മയോട് പറയാനും പറ്റില്ല. അമ്മ ഇരുന്ന് പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ നടത്തുവാണ് അച്ഛന്റെ ജീവന് വേണ്ടി, ഇല്ലാത്ത അച്ഛന്റെ ജീവന് വേണ്ടി വഴിപാടുകൾ നടത്തുമ്പോ ഫ്ലൈറ്റിലിരുന്ന് അമ്മ ഇങ്ങനെ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുക എന്റെ ഇപ്പുറത്തിരുന്ന്. ഞാൻ ഇത് കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കും, ഞാൻ ഇരിക്കണത് താഴെ അച്ഛൻ ഒരു വുഡൻ കോഫിനിൽ വരുമ്പോ ഞാൻ മേലെ ഇരിക്കുക, അമ്മ ഇവിടെ ഇരുന്ന് അച്ഛന് വേണ്ടി വഴിപാടുകൾ നടത്തുക. അപ്പോ എനിക്ക് അറിഞ്ഞൂടാ ഇമോഷനും ഫീലിംഗും ഒക്കെ എന്താ പറയണ്ടേന്നുള്ളത്. ഞാൻ അമ്മ ഇങ്ങനെ തൊട്ടു. ആ തൊടലില് എനിക്ക് ഇനി 1 മണിക്കൂർ കഴിഞ്ഞ ഇത് അമ്മ അറിയൂലോ. മുംബൈന്ന് വരുമ്പോ 1 മണിക്കൂർ കഴിഞ്ഞ അമ്മ ഇത് അറിയൂലോ. അമ്മ എന്തായിരിക്കും, അമ്മയ്ക്കൊന്നും വരുത്തല്ലേ, കാരണം അച്ഛൻ പോയി, അമ്മയ്ക്കൊന്നും വരുത്തല്ലേ. പിന്നെ ഞാൻ അമ്മയ്ക്ക് വേണ്ടിയാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, അമ്മയ്ക്കൊന്നും വരുത്തല്ലേ, ഞങ്ങൾക്ക് അമ്മയെങ്കിലും തരണേ ഭഗവാനെ, അതേ ഞാൻ പ്രാർത്ഥിച്ചോളൂ. എനിക്കിത് പറയുമ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണലായി പോവാണ്. അതെ, പിന്നെ ഈ ഒരു കാശ്മീർ ട്രിപ്പ് ആരായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പോകണം എന്നൊക്കെ? ഇപ്പോൾ മുൻപ് മരിക്കൊല ചെയ്യപ്പെട്ട അവർ തന്നെ പറഞ്ഞിരുന്നു, കുറച്ച് ദിവസം മുൻപ് വിവാഹം ചെയ്ത ആളുകളായിരുന്നു, ഹണിമൂൺ തരത്തിൽ പോയവരായിരുന്നു. അപ്പൊ ഇതെങ്ങനെയായിരുന്നു ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോഴൊക്കെയായിരുന്നു? ഇത് ഞങ്ങളൊരു ഒക്ടോബർ തുടങ്ങിയുള്ള ഇതാണ്. ആദ്യം കുളു മണാലി ആയിരുന്നു. അപ്പൊ കുളു ആൻഡ് മണാലി പോവാണെന്നാ, പിന്നെ അപ്പുറത്ത് കശ്മീർ ഇല്ലേ, അതും കൂടി കണ്ടിട്ട് വരാം. അപ്പൊ ഈ കുളു ആൻഡ് മണാലിയാണ്, കുളു മണാലിയാണ് പിന്നെ കശ്മീരിലേക്ക് പോയി. എല്ലാവരും പോകണ്ടല്ലോ, അപ്പൊ നമ്മള് സേഫ് ആണോന്ന് പോലും ഉള്ള ചിന്തയില്ല, ബിക്കോസ് ഇറ്റ്സ് സേഫ്, എല്ലാവരും പോണ സ്ഥലമല്ലേ. അപ്പോ അങ്ങനെയാണ് കശ്മീർ. ഇത്രയും ബ്യൂട്ടിഫുൾ ആയുള്ള പ്ലേസ് അല്ലേ, നമ്മള് കണ്ടിട്ടില്ലാത്ത, ഇപ്പോഴും കുറച്ചും കൂടി ഇതായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കശ്മീർ ട്രിപ്പ് അന്നേ തുടങ്ങി നമ്മൾ ഇതിന് പ്ലാനിങ് ഒക്കെ തുടങ്ങി. അപ്പോൾ ഡിസംബറിൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് കശ്മീരിൽ പോയി. അങ്ങനെയാണ് മുസാഫിറിന്റെ നമ്പർ കിട്ടുന്നത്, അവര് ഹയർ ചെയ്ത ഡ്രൈവർ. അപ്പൊ നമുക്ക് നോൺ ഫ്രണ്ടിനെ നേടുമ്പോൾ കുറച്ചും കൂടി ഒരു ജെന്യൂനിറ്റി ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ മുസാഫിറിനെ അന്നേ ബുക്ക് ചെയ്തു. പിന്നെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് മുസാഫിറിനോട് പറയണതും. അങ്ങനെയാണ് കശ്മീർ നമ്മൾ ഏപ്രിൽ 22nd 21st എത്തിയത്. പക്ഷെ നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോ പല ആളുകളും ഇപ്പൊ ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം തന്നെ പലരും പറയുന്നുണ്ടായിരുന്നു,
കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയ സ്ഥലമായിരുന്നു, ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു എന്ന് പലരും കമന്റ് സെക്ഷൻ അല്ലെങ്കിൽ സ്റ്റോറി ആയാലും പലരും ഇടുന്നുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. ഇപ്പോൾ കശ്മീരിലായാലും പല സ്ഥലങ്ങൾ, ഇപ്പോൾ പലരും പറയാറുണ്ട് ഭീകരാക്രമണങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെയൊന്നും ഒരിക്കലും ഒരു വിനോദസഞ്ചാര കേന്ദ്രങ്ങളാവാറില്ല, എപ്പോഴും ഒരു സൈന്യത്തിന്റെ ഒരു പ്രൊട്ടക്ഷനുമായിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും. അപ്പൊ നമ്മളൊരു ശരിക്കും ഒരു പ്രതീക്ഷിക്കില്ലല്ലോ ഇങ്ങനത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരിക്കലും പ്രതീക്ഷിക്കില്ല. കുട്ടികൾ ആ ഒരു പ്രായം, ഇപ്പൊ ഇനി 3ാം ക്ലാസ്സിൽ അല്ലെ ഉള്ള പ്രായമാണ്. അപ്പൊ അവർക്ക് ഇതിനെ പറ്റിയൊന്നും കൂടുതൽ അറിയുന്നുണ്ടാവില്ല അല്ലെ. അവര് കണ്ട കാഴ്ചയാണ്, അവർ കണ്ടത് അവർക്ക് എന്താന്ന് കൃത്യമായിട്ട് അറിയാം. എന്താണ് മുത്തശ്ശിനെ പറ്റിയെന്ന് അവർക്ക് അറിയാം. അവർക്കും കുഞ്ഞുങ്ങളല്ലേ, അവരെ നമ്മളെ ഹെൽപ്പ് ചെയ്യണം ഇനി ഇത് പ്രോസസ് ചെയ്ത് പുറത്തേക്ക് വരാൻ. സത്യം ഇത് പറയണം. പിന്നെ അതുപോലെ പറയുന്നുണ്ടായിരുന്നു, കലിമ ചൊല്ലാൻ പറയുന്നുണ്ടായിരുന്നു അവിടുത്തെ ഭീകരാക്രമണം ചെയ്ത ആളുകൾ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവാത്തോണ്ട് എനിക്ക് ഇറങ്ങി ഓടി താഴെ ഇറങ്ങണ വരെ എനിക്ക് മനസ്സിലായില്ല. എന്താന്ന് അറിഞ്ഞൂടെ, എന്തോ ചോദിച്ചു, അതെന്തോ കിട്ടാത്തോണ്ടാണ് എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഓടി ഇറങ്ങി എത്തി. ഞാൻ മുസാഫിറിനെ കണ്ടു. അപ്പൊ ഇപ്പൊ അവിടെ ആർമി ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. എന്തെങ്കിലും പറഞ്ഞു, എന്തിനാ ചെയ്തേ, വാട്ട് ഇസ് ദ, ആർക്കും അറിയില്ലല്ലോ. അപ്പോ ഞാൻ ഇങ്ങനെ, എനിക്ക് ആ വാക്ക് എന്നെ കിട്ടണില്ല. ഞാൻ എന്തൊക്കെയോ വച്ചിട്ട് ഏതോ വാക്കാണ്, പല വാക്കുകൾ പറഞ്ഞ് ഈ 3 ലെറ്റേഴ്സ് വെച്ചിട്ട് പല പേരിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബ്ലാബർ ചെയ്തോണ്ടിരുന്നപ്പോ അപ്പൊ ഒരാള് ഇതാണോ എന്ന് ചോദിച്ചപ്പോ ഞാൻ ഇതാണെന്ന് പറഞ്ഞപ്പോഴാണ് അതെന്താന്നും അപ്പോഴാണ് മനസ്സിലായി അത് പറയാത്തത് കൊണ്ടാണ്. അതെ, അതാണ് പിന്നീട് വന്നത്. സംഭവങ്ങളൊക്കെ അതായിരുന്നു. അതായത് അവരുടേതായിട്ടുള്ളൊരു നാമം എന്നാണ് പറയുന്നുണ്ടായിരുന്നത്, അത് പറയാതിരുന്നത് കൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പല വാർത്തകളും പിന്നീട് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പറയാറുണ്ടായിരുന്നു, ഇപ്പൊ പുൽവാമയ്ക്ക് ശേഷം വന്നിട്ടുണ്ടായിരുന്ന ശരിക്കും ഒരു ശക്തമായിട്ടുള്ള ഒരു ആക്രമണം തന്നെയായിരുന്നു ഇത്. പലരുടെയും കണ്ണീര് വീഴ്ത്തിയ, സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഒരു തെറ്റും ചെയ്യാത്ത കുറെ നിരപരാധികളെയാണ് അവർ കൊന്നൊടുക്കിയത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു മറുപടി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്മ ഇപ്പോ ഓക്കെ ആയി വരുന്നുണ്ട്. എല്ലാവരും എന്താ പറയാ, റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണമല്ലോ. പക്ഷെ വിഷമം അമ്മയ്ക്ക് അമ്മയുടെ പാർട്ട്ണർ അല്ലേ. പാർട്ട്ണർ പോയി, മീൻസ് അവര് റിട്ടയർഡ് ലൈഫായിരുന്നു. ഇനി ഉള്ള കാലം എത്ര കാലം എന്ന് ഇപ്പൊ നമുക്ക് ആർക്കും ഇപ്പൊ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നാലും ഇങ്ങനെ ഒരു പോക്ക് അമ്മ ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ലല്ലോ. അപ്പൊ അത് പെട്ടെന്ന് ഇല്ലാണ്ടായതിന്റെ ഒക്കെ വിഷമം എന്തായാലും ഉണ്ടാവും. അമ്മയെ ഞങ്ങള് എല്ലാ ഫുൾ ഫാമിലി മെമ്പേഴ്സ്, മീൻസ് ഞങ്ങൾ ഇമ്മീഡിയറ്റ് ചേട്ടൻ, ഞാനും, അങ്ങനെയല്ല, അമ്മയുടെ സിസ്റ്റേഴ്സ് ആയാലും അമ്മയുടെ ഫ്രണ്ട്സ് ആയാലും എല്ലാവരും, അമ്മയ്ക്ക് ഫ്രണ്ട്സ് ഉണ്ട്, അമ്മയ്ക്ക് സിസ്റ്റേഴ്സ് ഉണ്ട്, അമ്മയുടെ ലൈക്ക് നമുക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമ്മ ഈസ് ഓൾസോ ട്രൈങ് ഹെർ സെൽഫ് ടു ബി ഓക്കെ. കാരണം ഞങ്ങള് കരയൂലോ എന്നായിരിക്കും അമ്മ ചിന്തിക്കുന്നുണ്ടാവും. അമ്മ കരഞ്ഞോണ്ടിരുന്ന ഞങ്ങള് കരയില്ലേ എന്നുള്ളതായിരിക്കും. പക്ഷെ ഈ നഷ്ടം അമ്മയ്ക്ക് അമ്മയുടെ പാർട്ട്ണർ പോയതിന്റെയും ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനില്ലാണ്ടായതിന്റെയും എൻ്റെ മക്കൾക്ക് മുത്തശ്ശനില്ലാണ്ടായതിന്റെയും നഷ്ടം ഒരിക്കലും നികത്താനാവില്ല. എൻ്റെ കുട്ടികളും ഞാനും ഈ കാഴ്ചകൾ മറക്കുമില്ല. ഒരു കണക്കിന് അമ്മ അവിടെ ഉണ്ടാവാൻ ഞാൻ നന്നായി. അമ്മ ഇതൊന്നും കണ്ടില്ലല്ലോ. സത്യം, അതെനിക്ക് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള എത്രത്തോളം ആഴത്തിലുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അച്ഛനെ കുറിച്ചുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മെമ്മറി ഉണ്ടാവില്ലേ നമുക്ക് എപ്പോഴും. നമ്മളിപ്പോൾ പറയും, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ നികത്താനാവാത്ത വിഷമമാണെങ്കിൽ പോലും അച്ഛൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ള ഒരു നിമിഷങ്ങൾ എന്തായിരുന്നു ഓർത്തെടുക്കാൻ പറ്റും? കുറേ ഉണ്ടല്ലോ, ഓർത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറേ ഉണ്ട്. കുഞ്ഞിലേ തുടങ്ങി എനിക്ക് നടക്കാൻ മടിയായിരുന്നു. അപ്പൊ അച്ഛൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ അമ്മയുടെ കൂടെ നടക്കണ റോട്ടില്, കൈ പിടിച്ച് നടക്കണ റോട്ടില് കുഞ്ഞിലെ ഒരു 4-5 വയസ്സിൽ അച്ഛൻ എന്നെ ഇങ്ങനെ തോളത്തിരുത്തും. എന്നിട്ട് ഞാൻ അച്ഛൻ്റെ കഴുത്തിൽ ഇങ്ങനെ പിടിക്കും. എന്നിട്ട് അച്ഛൻ നടക്കും. എനിക്കതൊക്കെ നല്ല ഓർമ്മയുണ്ട്, ഞങ്ങളെ പുറത്ത് കൊണ്ടുപോകണതൊക്കെ. അച്ഛൻ ഭയങ്കര ഫൺ ലവിങ് പേഴ്സൺ, അമ്മ അതെ, രണ്ടുപേരും അതെ. അപ്പൊ നമ്മുടെ വീട്ടിലെപ്പോഴും അച്ഛൻ തമാശകൾ പറയും, അതിനെപ്പറ്റി ചിരിക്കുകയും അച്ഛൻ്റെ കോളേജ് കാലത്തെ കഥകളും അച്ഛൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഉണ്ടായിരുന്ന തമാശകളും. അച്ഛനും നല്ല ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ട്. അച്ഛന് എത്രയോ വർഷമായ ഫ്രണ്ട്സാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ അവരൊക്കെ ഞങ്ങൾക്കും എന്താ പറയുക, അന്യനല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലിയാണ് അച്ഛൻ്റെ ഫ്രണ്ട്സും.
അപ്പോൾ അവരുടെ തമാശകൾ, അവരുടെ കൂടെ ചെയ്ത കാര്യങ്ങളും അതൊക്കെ ഇങ്ങനെ പറഞ്ഞത് തന്നെയായിരിക്കും. പക്ഷെ അച്ഛൻ പറയണ രീതികൾ, കഥകളൊക്കെ കേട്ടിരിക്കുമ്പോൾ നമ്മളങ്ങനെ വിഷ്വലൈസ് ചെയ്യും ആ അച്ഛൻ. അപ്പൊ നമ്മളിപ്പോ ഈ ജംഗ്ഷനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അച്ഛന്റെ പല കാര്യങ്ങളും നമ്മൾ കൂടെ നമ്മൾക്ക് അറിയാം. അപ്പൊ അങ്ങനത്തെ അച്ഛന്റെ നല്ല നല്ല ഓർമ്മകളുണ്ട്. ഒരു വീട്ടില് ഞങ്ങൾക്ക് ഒരു ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു വീടൊന്നുമല്ല. ഞങ്ങൾ എല്ലാവരും ലൗഡ് ആൻഡ് ഫൺ ലവിങ് പീപ്പിൾ ആണ്. അപ്പൊ അച്ഛന്റെ തമാശകൾ പറയും, അപ്പൊ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ തമാശകൾ പറയുന്നു. ഒരു ഫൺ ലവിങ് പേഴ്സൺ ആയിട്ടാണ് എനിക്ക് ആ അച്ഛനെ ഓർമ്മ. എപ്പോഴും ചിരിച്ചും എല്ലാവരോടും ഒരു ഡിസ്ക്രിമിനേഷനോ ഒന്നും ഇല്ലാത്ത, അതൊക്കെ ഞങ്ങളൊക്കെ അമ്മയായാലും അച്ഛനായാലും എല്ലാവരും ഒരുപോലെ കാണാനും പഠിപ്പിച്ചതൊക്കെ അച്ഛനും അമ്മയാണ്. ആരെയും ഒന്നിന്റെയും ഇതനുസരിച്ചിട്ടും അപ്പർ ബിലോ അങ്ങനെയൊന്നും അച്ഛനും അമ്മയും കാണിക്കാറുമില്ല. അത് കണ്ട് ഞങ്ങളും അങ്ങനത്തെ വാല്യൂസ് ഒക്കെ ഫോളോ ചെയ്യണ ആൾക്കാർ. ശരിക്കും അച്ഛൻ പറഞ്ഞ പാതയിലൂടെ വളർന്നൊരു ആളായിരുന്നു. അപ്പൊ നമ്മളെല്ലാവർക്കും, ഇപ്പൊ എനിക്കായാലും പോലും സമൂഹത്തിലെല്ലാവർക്കും അച്ഛൻ പറഞ്ഞ പാഠങ്ങളും വളർന്നവർ തന്നെയാണ് നമ്മളെല്ലാവരും. അച്ഛൻ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ആവണം, അങ്ങനെ ആവണം, അങ്ങനെയൊന്നും പറഞ്ഞു തരുമൊന്നുമില്ല. പക്ഷെ ഇപ്പോ മനസ്സിലാക്കണു, അച്ഛൻ പറഞ്ഞു തന്നതിൽ പലതിലും കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അമ്മയായാലും ഇപ്പൊ അച്ഛൻ മാത്രമൊന്നും അല്ല കേട്ടോ, അമ്മയും വെരി ബോൾഡ് ലേഡിയാണ്. അമ്മ ഈസ് എ വെരി സ്മാർട്ട് ആൻഡ് ബോൾഡ് ആളാണ്. അച്ഛൻ പുറത്തായിരുന്നപ്പോ ഞങ്ങളെ രണ്ടുപേരും വളർത്തിയത് അമ്മയാണ്. അച്ഛൻ പുറത്തല്ല. അപ്പൊ ഫിസിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഒരൊറ്റ പേരന്റ് അമ്മയാണ്. അമ്മയാണ് ഞങ്ങളെ ഇൻഡിപെൻഡന്റ് ആവണമെന്നും, നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത്, നമ്മൾ സെൽഫ് സഫിഷ്യന്റ് ആയിരിക്കണം, നമുക്ക് ആവണ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം, എല്ലാത്തിനും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യരുത് എന്നൊക്കെ അമ്മയാണ് ഞങ്ങളോട് പറഞ്ഞു തരുന്നിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടിയുള്ള വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾ ആണ് ഞാനും ചേട്ടനും. അത് തന്നെയാണ് ഞാൻ എൻ്റെ മക്കൾക്കും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അച്ഛനെ മാത്രമല്ല, അച്ഛനും അമ്മയും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് ഞങ്ങളുടെ ക്യാരക്ടർ ഡെവലപ്മെന്റിനും എല്ലാത്തിനും. നല്ലൊരു കുടുംബം എന്ന് പറയുമ്പോൾ അച്ഛൻ, അമ്മ, മക്കൾ എന്നാണല്ലോ കുടുംബം എന്ന് പറയുന്നത്. എല്ലാവരും അതിൻ്റെതായിട്ടുള്ള ആ ഒരു സർക്കിളിലാണ് ജീവിച്ചു പോകുന്നത്. പിന്നെ കുട്ടികളായിട്ടൊക്കെ എങ്ങനെയായിരുന്നു? അച്ഛൻ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ പോലും അച്ഛൻ ചീത്ത പറഞ്ഞിട്ടോ. അമ്മ പറയും ഞങ്ങളെ ഒരു വടി കൊണ്ട് അടിക്കൊന്നുമില്ല, ഒന്നും ഉണ്ടാവില്ല. അച്ഛൻ ഈസി ഗോയിങ് അങ്ങനെയായിരുന്നു. അപ്പൊ കുട്ടികളെ അത്രയും കൂടി ഒന്നും ചെയ്യില്ല. കുട്ടികളായിട്ട് കളിയും ചിരിയും. സ്കൂളിൽ പോകുമ്പോ ഞാൻ എന്നിട്ട് അച്ഛനോട് പറയും, സ്കൂളിൽ പോകുമ്പോ അച്ഛൻ എല്ലാം ചെയ്തു കൊടുക്കും, ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് വെച്ച് കൊടുക്കും. ലഞ്ച് ഞാൻ എടുത്ത് വെച്ചാൽ അതെടുത്ത് ബാഗിന്റെ ഉള്ളിലേക്ക്. അപ്പൊ ഞാൻ പറയും അച്ഛൻ അതൊക്കെ ഇവർ തന്നെ ചെയ്തിരുന്ന, കാരണം ഞങ്ങൾ മാത്രമുള്ളപ്പോ ഇവർ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട്. അപ്പൊ ഞാൻ അമ്മയല്ലേ പറഞ്ഞ ഞങ്ങൾ ഇൻഡിപെൻഡന്റ് ആണെന്ന്, അത് ഇവര് ചെയ്യാൻ പാടില്ല. അപ്പൊ അമ്മ പറയാം സാരില്ല, അവര് കുറച്ച്, കാരണം ഗ്രാൻഡ് ചിൽഡ്രൻ ആവുമ്പോ മക്കളുടെ പോലെ അല്ലല്ലോ, കുറച്ചും കൂടി ഇവര് ലീനിയന്റ് ആണല്ലോ. അപ്പൊ ഇവർ രണ്ടുപേരും ഇവരുടെ കൂടെയായിരുന്നു. വൈകുന്നേരം ആകുമ്പോ ഇവിടെ ക്രിക്കറ്റ് കളി, ബാഡ്മിന്റൺ, അച്ഛൻ സൈക്കിൾ ഓടിപ്പിക്കും, അച്ഛൻ പിള്ളേരെയും കൊണ്ട് സ്കൂട്ടറിൽ റൗണ്ട്സിന് പോകും. അപ്പൊ ഇവിടെ സ്കൂട്ടർ അവർക്കൊരു വലിയ ഫാസിനേഷൻ ആണ്. കാറിലാണ് എപ്പോഴും അവിടെ പുറത്തായിരുന്നപ്പോ. അപ്പൊ ഇവിടെ വരുമ്പോഴല്ലേ സ്കൂട്ടർ, അപ്പൊ അവർക്ക് കാറിനേക്കാളും ഇഷ്ടം സ്കൂട്ടർ. അപ്പൊ അച്ഛനാണ് സ്കൂട്ടറിൽ സന്ധ്യ ആയി കഴിഞ്ഞാൽ റൗണ്ട്സിനൊക്കെ കൊണ്ടുപോയി. അങ്ങനെ അച്ഛനും അമ്മയും ഇൻവോൾവ് ആണ് ഇവരുടെ കാര്യം. ശരിക്കും ആ കുട്ടികൾക്ക് ആ ഒരു ട്രോമ എന്തായാലും ഉണ്ടായിരിക്കും. എന്താന്ന് വെച്ചാൽ ആ മുത്തശ്ശൻ ഒരു വിടവ് നികത്താനാവാത്തത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഹസ്ബൻഡ് എന്തായിരുന്നു ഈ ഒരു അവസ്ഥ ഉണ്ടായ സമയത്ത്? ഹസ്ബൻഡ് എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ട്? ഹസ്ബൻഡ് ദുബായിലായിരുന്നു. അപ്പൊ എല്ലാവരും എനിക്ക് ഫോണിൽ കൂടി, ഇപ്പൊ ചേട്ടനെ ആയാലും ഹസ്ബൻഡിനെ ആയാലും എന്റെ ഏടത്തി ആയാലും 3 പേരും ഞാൻ ഫോണിൽ കൂടിയാണ് കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞത്. എല്ലാവരും ഒരു ഷോക്കിലാണല്ലോ. പിന്നെ എല്ലാരും ധൈര്യം തന്നു. നീ ഇങ്ങനെ തന്നെ എല്ലാവരും നീ ചെയ്യണ കറക്റ്റ്, നിന്റെ പ്രസൻസ് ഓഫ് മൈൻഡ് നീ ചെയ്തോ. കാരണം ചില കാര്യങ്ങൾ ചോദിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുമ്പോൾ നമ്മളെ പലരും വിളിക്കണു, ഇവരെയും പലരും വിളിക്കണു. അതിന്റെ ഇടയിൽ ഞങ്ങൾ രണ്ടുപേരെ, ഞാനും ചേട്ടനും എന്റെ ബ്രദറിനെ വിളിക്കുമ്പോൾ കോർഡിനേറ്റ് ചെയ്യാൻ വളരെ, പിന്നെ ഈ ഒരു ഫോൺ വെച്ചിട്ട് നമ്മൾ 1000 പേരോട് ഒരു സമയത്ത് മിണ്ടണത്. അപ്പം നമ്മൾ ഇവിടെ ചോദിക്കുന്ന ഇവരോടും മറുപടി പറയണം. അപ്പൊ എല്ലാത്തിനും എല്ലാവരും ഒരു ഫാമിലി ആവുമ്പോ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞ പോലെ അതൊക്കെ ഇങ്ങനെ മീൻസ് ഇപ്പൊ പറയുമ്പോഴാണ് നമ്മൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ കടന്നുപോയി. അതെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ദൈവദൂതരായി വന്ന അവരും അതുപോലെ കുടുംബാംഗങ്ങളെല്ലാം ഒത്തൊരുമിച്ച് കൂടെ ഉണ്ടായത് കൊണ്ട് തന്നെ ആ ധൈര്യത്തോടു കൂടിയിട്ട് തന്നെയാണ് ഇതുവരെ ഇപ്പൊ നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ഇപ്പൊ ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം, ഇത്രയും വലിയൊരു കടന്നാക്രമണം ഉണ്ടായപ്പോ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ ഇങ്ങനെ പോവാതിരിക്കാമായിരുന്നു ഇപ്പൊ എന്തെങ്കിലും തോന്നിയിരുന്നോ എപ്പോഴും? ഇല്ല, അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. ചിലപ്പോ അച്ഛന്റെ വിധി അങ്ങനെയായിരിക്കും. അല്ലെങ്കിൽ അച്ഛൻ ഇവിടെ ഈ എറണാകുളത്ത് കിടക്കണ ഈ അച്ഛൻ കശ്മീര് പോയി ഇങ്ങനെ ഒരു മരണം
ഇതായിട്ട് ചിലപ്പോൾ അച്ഛന്റെ വിധിയായിരിക്കും അത്. അപ്പൊ അച്ഛന്റെ വിധിയിൽ അച്ഛൻ ഞങ്ങളെ കൂടെ ചേർക്കണം എന്നായിരിക്കും എന്നായിരിക്കണം. അതുകൊണ്ട് അച്ഛനെ ഉള്ള യാത്രയപ്പ്, അച്ഛനെ കാണാൻ വരണം ആൾക്കാർ, അച്ഛനെ അറിയണവര് മാത്രല്ല, അറിയാത്ത എത്രയോ ആൾക്കാർ, എത്രയോ ദൂരെ ദൂരെ കണ്ണൂരിന്ന് എത്രയ്ക്കോ സ്ഥലത്തുനിന്ന് എനിക്ക് പേര് പോലും ഓർത്തെടുക്കാൻ കഴിയണില്ല. ആദ്യത്തെ ദിവസങ്ങളിൽ ഇവിടെ വന്ന് വെറുതെ അച്ഛനെയും എന്നെയും അമ്മയും കാണാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാർ. അപ്പോ ഇതൊന്നും ഇപ്പൊ വെറുതെ സാധാരണ അച്ഛനൊരു ഈ അടുത്തുള്ള വല്ല ഹോസ്പിറ്റലോ അല്ലെങ്കിൽ വീട്ടിലോ വയസ്സായി മരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബാംഗങ്ങളോ അച്ഛനെ സ്നേഹിക്കുന്നവരും അറിയും എന്നല്ലാതെ ഇങ്ങനെ അച്ഛന്റെ ഇത്രയും നല്ല കാര്യങ്ങള് അറിയും എന്ന് എനിക്ക് തോന്നണില്ല. പക്ഷെ അതിൽ അച്ഛൻ പോയി എന്നുള്ളത് ഒരു വലിയൊരു വിഷമാണ്. പക്ഷെ ബാക്കിയുള്ളവര് അതറിഞ്ഞല്ലോ എന്നുള്ള ഒരു പ്രൗഡ് ഫീലിംഗ് ഉണ്ട്. ഇത് പറയുമ്പോഴും അച്ഛനില്ലല്ലോ എൻ്റെ കൂടെ എന്നുള്ളൊരു, അത് ആർക്കും കോമ്പൻസേറ്റ് ചെയ്യാനും അതൊരിക്കലും മായമില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോ രാമചന്ദ്രൻ സാർ അല്ലാതെ തന്നെ പലരും അവിടെ കൊല്ലപ്പെട്ടിരുന്നു. ഇതേപോലെ തുറന്നു പറയാത്തവര് പലരും ഉണ്ടായിട്ടുണ്ടായിരിക്കും. പക്ഷെ ഈ ഒരു തുറന്നു പറച്ചിലൂടെ തന്നെ അതുമൊക്കെ തന്നെയാണ് ഈ ഒരു തിരിച്ചാക്രമണത്തിനുള്ള ഒരു കാര്യം എനിക്ക് തോന്നുന്നത്. അച്ഛൻ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നോട് ആരോ പറഞ്ഞു, എന്നെ അറിയാൻ, അച്ഛൻ നിന്റെ നാക്കില് വന്ന് പറഞ്ഞതാ മോളെ, ആണ്, സത്യമായിരിക്കും. അതെ, അല്ല അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള, അതായത് ഇവിടെ എത്തിയ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അത് അവിടെ ഇറസ്പെക്റ്റീവ് ഓഫ് ഓൾ പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റും, ജമ്മു ആൻഡ് കാശ്മീർ, കേരള, എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റും, എനിക്ക് ആദ്യം ഡൽഹി വഴിയാന്ന് പറഞ്ഞപ്പോ ഡൽഹിയിലുള്ള ഒഫീഷ്യൽസ്, പിന്നെ അത് മുംബൈയിലേക്ക് ആക്കിയപ്പോ മുംബൈയിലുള്ള ഒഫീഷ്യൽസ്, കേരളത്തിലെ ഞാൻ പറയുകയാണെങ്കിൽ മിനിസ്റ്റേഴ്സ്, MLAs, ഓൾ ദ പൊളിറ്റീഷ്യൻസ്, ഇറസ്പെക്റ്റീവ് ഓഫ്, എനിക്ക് പേരെടുത്ത് പറഞ്ഞ ആരെങ്കിലും പേര് ഒഴിവായി പോകുന്നുള്ള പേടി കൊണ്ട് ഞാൻ പറയണില്ല. കാരണം അത്രേ അധികം ആൾക്കാരുണ്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത്. അപ്പൊ അവരോടൊക്കെ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ഞാൻ മാത്രമല്ല, ഞാനും എൻ്റെ ഫാമിലിയും വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. കാരണം അല്ലെങ്കിൽ എങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും? ഇവിടെ ഇരുന്നും കോർഡിനേറ്റ് ചെയ്യണത് കൊണ്ടാണല്ലോ എൻ്റെ ബ്രദറും എൻ്റെ ഫാമിലിയും എല്ലാവരും കോർഡിനേറ്റ് ചെയ്യണത് കൊണ്ടാണല്ലോ ഇതൊക്കെ പെട്ടെന്ന്. എൻ്റെ കൊച്ചച്ചന്മാരായാലും അറിയണ നമ്മളുടെ ബന്ധുക്കൾ എല്ലാവരും അറിയണ ആൾക്കാരുടെ നമ്പേഴ്സ് ഷെയർ ചെയ്യുന്നു, പറയുന്നു, നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാരെ വിളിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും കൂടി ഒരു പ്രവർത്തനത്തിലാണ് എനിക്കത് സ്മൂത്ത് ആയിട്ട് അത് അച്ഛനെ കൊണ്ടുവരാനായിട്ടൊക്കെ കഴിഞ്ഞത്. അപ്പോൾ ഇറസ്പെക്റ്റീവ്, ഇതൊരു വെറും ഹ്യൂമാനിറ്റി മാത്രമായിരുന്നു. മീൻസ് എന്താ പറയാ, ഒരു ഏത് പാർട്ടിന്നോ ഏത് റിലീജിയനോ ഒന്നും നോക്കാതെ എല്ലാവരും ഒത്തൊരുമിച്ച് ഇന്ത്യൻ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞത്. അതെ, ഓരോ ഇന്ത്യക്കാരനും ശരിക്കും പറഞ്ഞാൽ ഒരു പ്രശ്നം വരുമ്പോ ഹ്യൂമാനിറ്റി എന്ന് പറയും ഇതിനെ. നമ്മളെല്ലാവരും ഇന്ത്യൻസ് ആണല്ലോ. അപ്പൊ ഇതിലൊരു ഹ്യൂമാനിറ്റി, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹ്യൂമാനിറ്റി അല്ലേ, അതല്ലേ കണ്ടേ. ഇപ്പോ പ്രളയം വന്നപ്പോഴും ഈ ഉരുൾപൊട്ടൽ വന്നപ്പോഴും ഒക്കെ നമ്മളെല്ലാവരും ഒത്തുചേർന്നു. പാർട്ടി ആയാലും അല്ലെങ്കിൽ ഏതൊരു റിലീജിയൻ ആയാലും നോക്കാതെ നിന്നു. അതുപോലെ തന്നെ ഒരു ഇന്ത്യക്കാരന് ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാ ഇന്ത്യക്കാരനും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഇത് ശരിക്കും പറഞ്ഞ ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇന്നിപ്പോ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു ഇന്ന് പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ വ്യോമാക്രമണം വരുന്ന സമയത്ത് എല്ലാ ആളുകൾക്കും ഒരു പരിശീലനം വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു നല്ലൊരു കാര്യം തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ? അതെ, എല്ലാവരും പ്രിപ്പയർഡ് ആയിരിക്കണം. അതെ, ഇത്രയും ഇപ്പൊ ചേച്ചി ചെയ്ത പോലെ ഇത്രയും ധൈര്യശാലികളായിട്ടുള്ള അതുപോലെ നിൽക്കാൻ പറ്റണം എന്നില്ല എല്ലാവർക്കും. അപ്പൊ ശരിക്കും അവർക്കൊക്കെ ശരിക്കും ഈ മോക്ക് ഡ്രില്ല് ശരിക്കും നല്ലൊരു പരിശീലനം ആയിരിക്കും. പിന്നെ ഇതുപോലൊരു ആക്രമണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിരിക്കുമല്ലോ. പിന്നെ ഇപ്പൊ ഈ സമൂഹത്തിലുള്ള ഈ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ ഈ സമൂഹത്തിലുള്ള ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഇപ്പൊ ഉള്ള ഈ എല്ലാ ആളുകളോടും ഇപ്പൊ എന്താണ് പറയാനുള്ളത്? ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? അങ്ങനെയൊക്കെ പറയാൻ തന്നെ ആളാണോ എന്നൊക്കെ, ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ പണ്ട് വേറെ ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടതേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ പറയാൻ ആളാണോ എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് തോന്നുന്നത്, നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ നമ്മൾ ആ ഒരു ബാരിയേഴ്സും ഇല്ലാണ്ട് ഒരാളെ ഹെൽപ്പ് ചെയ്യുക. നമുക്കാവണത് ഒരാളെ ഹെൽപ്പ് ചെയ്യുക, നമുക്കാവണത് ഒരാൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. അയാളുടെ ആ ബുദ്ധിമുട്ട് മാറുന്ന സമയം വരെയോ അല്ലെങ്കിൽ നമുക്കാവുന്ന സമയം വരെ അയാളെ ഹെൽപ്പ് ചെയ്യുക. നമുക്കാവണത് ഒരു മനുഷ്യനെ ഹെൽപ്പ് ചെയ്യുക. അതാണ് പറയാനുള്ളത്. അപ്പോൾ ഇത്ര നേരം എനിക്ക് ശരിക്കും വളരെ ഇമോഷണൽ ആയിരുന്നു. പക്ഷെ ഇമോഷണലിനപ്പുറം ഒരു ധൈര്യം, അതാണ് എനിക്ക് ഇവിടെ പ്രകടമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു അച്ഛൻ
വഴിതെളിച്ച് തന്ന ആ ഒരു ധൈര്യവും അല്ലെങ്കിൽ എല്ലാം കുടുംബത്തോടുള്ള ഈ സ്നേഹം എല്ലാം ഇനിയും ഉണ്ടാവട്ടെ. നമുക്കൊരു ഓരോ ഇന്ത്യൻ പൗരനും അഭിമാനമായിട്ടുള്ള ഒരു നിമിഷം തന്നെയാണ് ഇന്ന് ഈ ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്നത്. ഇപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഇന്ത്യൻ സൈനികരിൽ നിന്നെല്ലാം ഉണ്ടാവട്ടെ. നമ്മുടെ ഇന്ത്യനെ അത്രയും സേഫ് ആയിട്ട് അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് എപ്പോഴും നമുക്ക് ജീവിക്കാൻ പറ്റട്ടെ. എല്ലാ ഇന്ത്യക്കാർക്കും അതേ പറഞ്ഞ സുരക്ഷിതരാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വളരെയധികം നന്ദി. താങ്ക് യു.